ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള, എന്നാൽ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന, നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇൻ ദ സെൻസ് നമുക്ക് ഒരു മാസം വരെയും നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ. അത് നമുക്ക് ഒരു 4 മണി പലഹാരമായിട്ട് കഴിക്കാം. അതല്ല നമുക്കൊരു ഡിന്നർ ആയിട്ട് നമുക്ക് കഴിക്കണമെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. അതിനൊക്കെ പറ്റുന്ന ഒരു പലഹാരമാണ് അവിൽ വറുത്തത്. ആക്ച്വലി എനിക്ക് ഈ പലഹാരം അറിയേണ്ടായിരുന്നില്ല അൺടിൽ ഞാൻ കല്യാണം കഴിയുന്നവരെ. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് എനിക്ക് ഈ ഒരു പലഹാരം ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് യാതൊരു നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു സംഭവമല്ല അത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പം സത്യം പറഞ്ഞാൽ ഈ ഹോസ്റ്റലിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. കേടുവരും എന്നുള്ള പേടിയേ വേണ്ട. പിന്നെ നല്ല ടേസ്റ്റിയാണ്. ഈ പറഞ്ഞ പോലെ ഒരു നേരത്തെ മീലായിട്ടൊക്കെ വേണമെങ്കിൽ അങ്ങനെ മധുരം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം. ഓക്കെ, അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അവില് എനിക്കിപ്പം വെള്ളവിലേ കിട്ടിയുള്ളൂ കേട്ടോ. നമ്മുടെ ചുവന്നവില് വെച്ചിട്ട് ആണ് വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്തായാലും ഇപ്പം ഈ വെള്ളവില് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി, അത് ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് പഞ്ചസാര, അതേപോലെ നെയ്യ്. ഇത്രയും കാര്യങ്ങളെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടൂ. അപ്പോൾ ഇതെങ്ങനെയാ ചെയ്യുക എന്നുള്ളത് പെട്ടെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്ത് കോരാം. അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്ക് ചെറിയൊരു പാനാണ് വെച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ എടുത്തു വെച്ച നെയ്യില്ലേ, അതിന് വളരെ കുറച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് ആദ്യം ഇതൊന്ന് വറുത്ത് കോരാം കേട്ടോ. എന്നിട്ട് അതേ നെയ്യ് നമുക്ക് പിന്നെയും യൂസ് ചെയ്യാം. നെയ്യ് ചൂടാവട്ടെ. നെയ്യ് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ അണ്ടിപ്പരിപ്പിട്ട് അതൊന്ന് സെറ്റായി വരുമ്പോൾ മുന്തിരിയും കൂടെ ഇട്ടിട്ട് വറുത്തങ്ങ് കോരാം. അണ്ടിപ്പരിപ്പായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മുന്തിരിയും കൂടെ ഇതിലേക്ക് ഇടാം. മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് അവിലേ വറുക്കുന്നുള്ളൂ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം വറുക്കുകയാണ്. പിന്നെ അതുമല്ല, നമുക്ക് ഈ വെള്ളവില് വറുത്ത എത്രത്തോളം സെറ്റ് ആവുമെന്ന് എനിക്ക് അറിയൂല കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്ത് നോക്കുന്നത്. സ്വതവേ നമ്മൾ മറ്റേ അവിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് വറുത്ത് നോക്കാം നമുക്ക്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഞാനൊരു ചീഞ്ചട്ടി ആട്ടോ എടുത്ത് വെച്ചിട്ടുള്ള. നോൺ സ്റ്റിക്ക് ചട്ടി ആയാലും കുഴപ്പമില്ല, പക്ഷെ ചീഞ്ചട്ടി ആകുമ്പോൾ ഒന്നും കൂടെ ഒരു നല്ലതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട്, ഗ്യാപ്പിലൊക്കെ ചിലപ്പോൾ വെള്ളം ഉണ്ടാവും, വറ്റി തുടങ്ങുമ്പോൾ നമുക്ക് അവിൽ ആദ്യത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ദാ ചട്ടി ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അവിൽ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് വറുത്ത് കൊടുക്കാം. തീ സിമ്മിലേക്ക് ഇട്ടോളൂ കേട്ടോ, മറ്റേത് പെട്ടെന്ന് കരിഞ്ഞു. പ്രത്യേകിച്ച് ഇത് വെള്ളവിൽ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള അവിലാണല്ലോ, തിന്നാണ്. അപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തീ സിമ്മിലേക്ക് ഇട്ടിട്ട് നമുക്ക് വറക്കാം. നല്ല അടി കൂടെ വറക്കണേ, അല്ലെങ്കിൽ അടിയത്തെ ഇത് മാത്രം കരിയാൻ സാധ്യതയുണ്ട്. അവിലിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നുണ്ട്. നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എടുത്ത് വെച്ച നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കൂട്ടത്തിൽ നമ്മൾ നേരത്തെ വറവ് ചെയ്ത നെയ്യുണ്ടല്ലോ, ആ നെയ്യും കൂടെ ഒഴിക്കാം. എന്നിട്ട് ഇനി വീണ്ടും നല്ലോണം ഇളക്കുക. ഇതിൽ നെയ്യ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു പലഹാരത്തിൽ. അപ്പോൾ ഓൾമോസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു കേട്ടോ. കാരണം ഇത് മറ്റേ ചീഞ്ചട്ടിയും കൂടെ ആവുകൊണ്ട്, ഇരുമ്പ് ചീഞ്ചട്ടിയും കൂടെ ആവുകൊണ്ട് ആ ചൂട് കുറച്ചും കൂടെ നിൽക്കും. അപ്പോൾ നമ്മളൊന്ന് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചൂടൊന്ന് വല്ലാണ്ടുള്ള ചൂടൊന്ന് പോകുന്ന വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ പഞ്ചസാര ഇടാവും. മറ്റേ പഞ്ചസാര ഭയങ്കര കട്ടിയാവും, അതായത് ഈ അവിലിന് വല്ലാണ്ട് ബലം വെക്കും.
അപ്പോൾ ചൂട് ഫുള്ളാറണം എന്നല്ല, ചൂട് വളരെ കുറഞ്ഞതിന് ശേഷം വേണം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. ആ നേരത്ത് നമുക്ക് ചീഞ്ചട്ടി ആവുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മറ്റേത് ചിലപ്പോൾ അടി മാത്രം കരിഞ്ഞു തീ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിലും. അപ്പോൾ അതാ ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയും കൂടെ ഇടാം. എന്നിട്ട് നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്യാം. നല്ലോണം ഒന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഇട്ടിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. കുറച്ച് ഞാൻ നിങ്ങൾക്ക് ഫൈനൽ ലുക്കിന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ അവില് വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വെള്ളവില് വെച്ചുണ്ടാക്കിയാലും നല്ല തന്നെ കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. കാരണം ഞാൻ നാട്ടിൽ പോകുമ്പോൾ അമ്മ ഉണ്ടാക്കി തരാറുണ്ട്. അത് മറ്റേ അവില് വെച്ചിട്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈ അവില് വെച്ചുണ്ടാക്കിയാൽ നന്നാവോ എന്നുള്ളത്. മറ്റേ അവില് ഇൻ ദ സെൻസ് നമ്മുടെ മട്ടരിയുടെ അവിലുണ്ടല്ലോ, ചുവന്ന അവില്. എന്തായാലും നല്ല ടേസ്റ്റാണിത്. മധുരം ഇഷ്ടമുള്ളവർക്ക്, ആ നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉണ്ടല്ലോ, സ്വർഗ്ഗമാണ്. അപ്പോൾ ഇത് ആക്ച്വലി നമുക്കൊരു 4 മണിക്ക് നമുക്ക് ചായക്കൊക്കെ ഒരു മിക്സ്ചർ പോലെ അങ്ങനെയും കഴിക്കാം. അതല്ല ഡിന്നറിനാണെങ്കിലും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നേന്ത്രപ്പഴം മുറിച്ചിട്ടിട്ടോ അല്ലെങ്കിൽ ചെറിയ പഴം മുറിച്ചിട്ടിട്ടോ ഒക്കെ അങ്ങനെയും കഴിക്കാം. വിത്തൊരു പപ്പടം കൂടി ആവുകയാണെങ്കിൽ അടിപൊളി. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ.